ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സ്വന്തം ജീവനെയും പകയ്ക്കാത്തവൻ എന്റെ ശിഷ്യനാകാൻ. എന്തതിന്റെ അർത്ഥം? നിങ്ങളുടെ ബന്ധത്തെക്കാൾ അധികം യേശുവിനെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളുടെ ബന്ധങ്ങളെക്കാൾ അധികം യേശുവിനെ നിങ്ങൾ സ്നേഹിക്കണം. അപ്പനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. അമ്മയേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. മക്കളെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. അത് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു കഠിന ഉപദേശം അവിടെ വന്നു? യേശുവിനെ കണ്ടപ്പോൾ ഒരുവൾ പറഞ്ഞു, ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ. അതിന് യേശു ഒരു ദൂത് പറഞ്ഞു, ഉപമ. ഒരു വലിയ അത്താഴം ഒരുക്കി വിളിച്ചവരെ ക്ഷണിക്കുവാൻ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നിലം വാങ്ങിയിരിക്കുന്നു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ കാളയെ വാങ്ങിയിരിക്കുന്നു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് വിരുന്നിന് വരാൻ പറ്റത്തില്ല. അർത്ഥം ഇത്രയേ ഉള്ളൂ, വിരുന്നിനേക്കാൾ വലുതായിരുന്നു ഒരുത്തിന് കാള. വിരുന്നിനേക്കാൾ വലുതായിരുന്നു ഒരാൾക്ക് വിവാഹം. വിരുന്നിനേക്കാൾ വലുതായിരുന്ന ഒരാൾക്ക് നിലം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വിരുന്നിൽ നിന്ന് വെളിയിലായി. ഈ ഉപമ ഏതോ ഒരു വലിയ മനുഷ്യന്റെ വീട്ടിൽ നടക്കുന്ന വിവാഹ സത്യയെക്കുറിച്ചല്ല പറയുന്നത്. കുഞ്ഞാടിന്റെ കല്യാണം, ആ വിരുന്നിന്റെ പങ്കാളിത്തം, അതിനകത്ത് ഒരുവൻ എത്തണമെങ്കിൽ അവൻ കാളയേക്കാൾ, നിലത്തേക്കാൾ, ഭാര്യയേക്കാൾ അവന്റെ അകത്ത് വിരുന്നായിരിക്കണം വലുത്.